ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ വട്ടം പോകുന്നത് വാഗമണിലോട്ടാണ്. അപ്പോൾ ആ ഒരു വണ്ടി കയറി കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോയി കുറേ ഒരു സ്ഥലം എത്തുന്നതിന് നോർമൽ യാത്രയാണ്. പക്ഷേ ഉള്ളിലോട് ചെല്ലുമ്പോൾ നല്ല പച്ചപ്പാണ്. കിടിലോ എന്ന് പറഞ്ഞാൽ കിടിലാണ്. പക്ഷേ നമുക്കൊരു വിഷമമുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണിവരെ കോടയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഏതോ ചേട്ട ഇട്ട പോക കണ്ടിട്ട് കോടയാണെന്ന് തെറ്റിദ്ധരിച്ചത് മാത്രമേ ഉള്ളായിരുന്നു. കോടയില്ലായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ നല്ലോണം നേരെ പോയി. അവിടെ എത്താറായപ്പോഴാണ് കുറച്ച് തണുപ്പെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തത്. തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വഴിക്ക് നിർത്തി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുശേഷം വണ്ടി ഒരുമാതിരി ഓഫ് റോഡ് പോലെ ആയിരുന്നു. അപ്പം കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിക്ക് അയക്കാൻ തുടങ്ങി. എനിക്ക് ശ്വാസം പോലും കിട്ടാന്നില്ല, അത്രയ്ക്ക് രീതിയിലായി. പക്ഷെ കൊള്ളായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ റൂമിൽ പോയി കുറച്ചൊന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ 4 മണി നമ്മൾ എത്തിയപ്പോൾ 3:30 കഴിഞ്ഞിരുന്നു. പിന്നെ ചായ ഏത്തയ്ക്കപ്പൊക്കെ കഴിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൂടെ നടന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലി സ്വിങ് ഉണ്ടായിരുന്നു. നൈസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിനകത്ത് ഞാനും അമ്മയും ചേച്ചിയും കയറി വിത്ത് ആ ഒരു ഫ്രോക്ക് ഇട്ടിട്ട്, ആ ഗൗൺ പോലൊരു സംഭവം ഇട്ടിട്ട്. അതിനുശേഷം ഞാൻ വന്നിട്ട് റൂമിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആയിട്ടിരുന്നത് പൂളി ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. സോ പെട്ടെന്ന് സമയം പക്ഷേ വൈകിട്ടൊക്കെ ആയിപ്പം നല്ല തണുപ്പായി തുടങ്ങി. നല്ല തണുപ്പെന്ന് വെച്ചാൽ അമ്മാതിരി തണുപ്പ്. അത് കഴിഞ്ഞ് കോട ചെറുതായിട്ടൊക്കെ ഇറങ്ങി, നല്ല തണുപ്പുമായിരുന്നു. അതിനുശേഷം പോയി സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടൊക്കെ ആയിരുന്നു, കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു. പിന്നെ കയറാൻ തോന്നിയില്ല. പിന്നെ ഇങ്ങനെയൊക്കെയോ കയറി, മനസ്സോടെ കയറി ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ റൂമിൽ വന്നു. അപ്പം നാളെയും കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നാളെ വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.